ഹായ് ഹലോ. നമ്മളുടെ സ്മാർട്ട് ബുക്ക് എങ്ങനെയാണ് ടീച്ചേഴ്സിന് ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു പേജ് ആവും, നിങ്ങളുടെ ലോഗിൻ ഐ ഡി ആവും വരിക. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സ് ആദ്യം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലോഗിൻ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫ് ഐ ഡി നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. ദെൻ നിങ്ങൾ ഏത് ഇതിലാണോ, ഇപ്പോൾ കാറ്റഗറി മെൻ്റ് ആണെങ്കിൽ മെൻ്റർ, ടീച്ചർ, അപ്പം 4 കാറ്റഗറി ഉണ്ടാവും. അതിൽ ടീച്ചർ സെലക്ട് ചെയ്യുക. നിങ്ങൾ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 to 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക കേട്ടോ. ലോഗിൻ പേജിൽ നിന്ന് നിങ്ങൾ അടുത്ത പേജിലോട്ട് പോകുന്നവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരിക്കും ഓരോ ബട്ടൺസുകൾ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ക്വിക്ക് ലിങ്ക്സുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയേണ്ട ലോഗ് ബുക്കിനെ കുറിച്ചിട്ടാണ്. ലോഗ് ബുക്ക് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇതാവും വരിക. ഇതിൽ ഡേറ്റ്, ഓക്കെ, നിങ്ങൾ എന്നത്തെ ഡേറ്റ് കൊടുക്കുക. ദെൻ ഏത് മാസമാണ്, ഇപ്പോൾ ജൂൺ മാസമാണല്ലോ, അപ്പോൾ ജൂൺ അല്ലെങ്കിൽ ഏത് മാസമാണോ നിങ്ങൾ അത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ പേര്, ദെൻ നിങ്ങളുടെ സ്റ്റാഫ് ഐ ഡി കൊടുക്കുക. ദെൻ ഏത് കാറ്റഗറിയിലാണ് പഠിപ്പിക്കുന്നത്, ലിറ്റിൽ ലേണർ ആണെങ്കിൽ ലിറ്റിൽ ലേണർ, കെ ജി ആണെങ്കിൽ കെ ജി, ഏത് ഇതിലാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ് കൊടുക്കേണ്ടത്. ദെൻ ഏത് ക്ലാസ്സാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കുക. ഏത് കുട്ടിയെയാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കുക. ദെൻ സബ്ജക്റ്റ് ഏതാണോ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കുക. ദെൻ നിങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയം, ഓക്കെ, അത് കൊടുക്കുക. ദെൻ AM PM പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ എത്ര ടൈം നിങ്ങൾ ക്ലാസ് എടുത്തു അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഇവിടെ കൊടുക്കണം. ദെൻ നിങ്ങൾ എന്താണ് കുട്ടിയെ പഠിപ്പിച്ചിട്ടുള്ളത് അത് കൊടുക്കുക. ദെൻ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ്, ക്ലാസ്സിൽ എങ്ങനെ ആക്റ്റീവ് ആയിരുന്നോ, കുട്ടി പഠിച്ചിട്ടാണോ വന്നത്, കുട്ടി ക്യാമറ ഓൺ ആക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ബ്രീഫായിട്ട് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഹോംവർക്കോ അല്ലെങ്കിൽ അസൈൻമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലാണ് അത് തന്നെ ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ടൈപ്പാണ്, അതായത് ഹോംവർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് എന്താണ് കൊടുത്തത് ഇവിടെ, അത് എന്ത് ടൈപ്പാണ്, ഇപ്പോൾ അസൈൻമെൻ്റ് ആകാം, ഇമ്പോസിഷൻ ആകാം, എന്താ പറയുക, ഹോംവർക്ക് ആപ്പ് എന്താണ്. പിന്നെ നിങ്ങൾക്കൊരു ക്ലാസ് റൂമിൽ കൊടുത്തില്ല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. പിന്നെ നമ്മളെ അഡ്മിൻസിനെ നിങ്ങൾക്ക് അറിയിക്കാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രിൻസിപ്പളിനെ അറിയിക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് നിൽക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താവും, സബ്മിറ്റ് ആവുന്നതാണ്. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ചെയ്യാൻ കാണിക്കും. ദെൻ അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ ലെസൺ പ്ലാൻ, ഇത് മന്ത്ലി ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഏത് മന്ത് സ്റ്റാർട്ട് ചെയ്യണം അത് കൊടുക്കുക. നിങ്ങളുടെ പേര്, സ്റ്റാഫ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, സബ്ജക്റ്റ്, ഗോൾ ഓഫ് ദി മാത്സ് മന്ത്, ഓക്കെ, പിന്നെ കീ ടോപ്പിക്സുകൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ട് കാര്യം കൊടുക്കുക. ദെൻ സേവ് ലെസൺ കൊടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ടൈം ടേബിൾ, നിങ്ങളുടെ ടൈം ടേബിൾ ഇവിടെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ പേര് ഇവിടെ ഉണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ കാണാൻ പറ്റും. വെനസ്ഡേ, തേഴ്സ്ഡേ, അതുപോലെ തന്നെ ഓരോ വർക്കിംഗ് ഡേയ്സിൻ്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഡേറ്റ് കറക്റ്റ് പ്രോപ്പറായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡും ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ ഇത്ര കാര്യങ്ങളാണ് മെയിനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഉള്ളത്. പിന്നെ അപ്ഡേറ്റ്സും എക്സാം മാർക്കൊന്നും ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ടീച്ചേഴ്സിൻ്റെ ഇതിൽ അറിയാനുള്ളത്. ദെൻ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗ് ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.